ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ തക്കാളി ഉള്ളി 2 മുട്ടയും വെച്ചിട്ടാണ് കേട്ടോ. സിമ്പിൾ കറിയാണ്. ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് കമൻറ്റിലൂടെ പറയണേ. നമ്മൾ സവാളയൊക്കെ നന്നായിരുന്നു എടുത്ത് 2 എടുത്തേക്കുന്നത്. ഇതിന് വേഗം കറിയാവണം. അന്നേരം ദോശൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. തക്കാളിയും ഉള്ളിയൊക്കെ പെട്ടെന്ന് അരിഞ്ഞേക്കുക. വഴറ്റിൻ്റെ പരിപാടി കേട്ടോ. ഒന്ന് ടൗണിൽ പോകണം, അതുകൊണ്ട് വേഗത്തിൽ പണിയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തട്ടിക്കൂട്ടുകറിയാണ് കേട്ടോ. ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ടേസ്റ്റൊക്കെ ഉണ്ട്. ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും നല്ല ടേസ്റ്റാണ്, ഇഷ്ടമാണ്. അന്നേരം ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ. ടൗണിൽ പോകുന്നത് എന്തിനാന്ന് പറഞ്ഞില്ലല്ലോ. ഇതിൻ്റെ ഒരു പല്ലിൻ്റെ ചെറിയൊരു കേടുണ്ട്. അന്നേരം അതൊന്ന് കാണിക്കണം. റൂട്ട് കനാൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അന്നേരം ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് 9:30 ആകുമ്പോഴത്തേക്ക് തുറക്കും. നേരത്തെ പോയാൽ നേരത്തെ വരാം. അതുകൊണ്ടാണ്. എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുവട്ടിക്ക് സാധാ വഴറ്റിയെടുക്കുക കേട്ടോ. തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴണ്ടിയൊക്കെ ചേർക്കുമ്പോൾ നന്നായി വഴണ്ടി വരണം കേട്ടോ. ചെറിയൊരു ഇതിൻ്റെ ഒരു കടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാക്കില്ല. നല്ല വഴണ്ടി വന്നത് ബ്രൗണിഷ് കളറാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ വഴണ്ടി വെച്ച് ഉപ്പൂരി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. അങ്ങനെ അച്ചൂട്ടൊന്നും സ്കൂളിൽ പോയിട്ടില്ല. അതുകൊണ്ട് അച്ചൂട്ടിന് ചെറിയ ശരിയില്ലാണ്ടായിരുന്നു. അത് രാവിലെ തന്നെ അതും അങ്ങനെയായി. അങ്ങനെ സവാളൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. പിന്നെ തക്കാളിയും കൂടി ഇട്ടിട്ട് തക്കാളി വെച്ച് തുറന്ന് വെച്ചിട്ടുണ്ട്. അവിടെ മാറി വെക്കുന്നത്. അങ്ങനെ നന്നായി വഴണ്ടിയിട്ട് ഇട്ടിട്ട് മൂടി കൊടുക്കുക. പിന്നെ വഴണ്ടി പെട്ടെന്ന് വഴണ്ടി വരുമല്ലോ. അങ്ങനെ ഓടിച്ചിടുമ്പോൾ ഇത് രണ്ടുകൂടെ പേര് മതിയാണ്. ഇന്ന് സ്കൂളില്ല, നാളെ സ്കൂളില്ല, ഇന്ന് സ്കൂളില്ല. അങ്ങനെ അച്ചൂട്ടിൻ്റെ കുറച്ചായി. അങ്ങനെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. അന്നേരം നന്നായി ഉടച്ച് നോക്കുക. ചെറുതൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. നന്നായി ഉടച്ചെടുക്കാം. അങ്ങനെ നമുക്ക് ആവശ്യത്തിന് മസാലപ്പൊടിയും ചേർത്തെടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, വേണമെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇട്ടാൽ മതി. നിങ്ങൾക്ക് ടേസ്റ്റിന് അനുസരിച്ചിട്ടാൽ മതി കേട്ടോ. ലേശം മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. ഒരു മിനിറ്റ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സാക്കി വെക്കുക. ലേശം വെള്ളം ഒഴിച്ചൊന്ന് തിളയ്ക്കാൻ വെക്കുക കേട്ടോ. മസാലയൊക്കെ നന്നായി നമുക്ക് പറയാം. ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അന്നേരം വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ. മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ തീ കൂട്ടി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ആകും കേട്ടോ. എന്നിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് 2 മുട്ടയാണ് പൊട്ടിച്ച് വയ്ക്കാൻ വേണ്ടി കേട്ടോ. നന്നായിട്ട് ഇത് മിക്സാക്കി എടുക്കുക. കറി പെട്ടെന്ന് റെഡി. മുട്ട പെട്ടെന്ന് വേകുമല്ലോ. എന്നിട്ട് തിളച്ചതിലേക്ക് പെട്ടെന്ന് നന്നായി മിക്സാക്കി എടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. തിളച്ച് കഴിഞ്ഞാൽ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ദോശയാണ് ഉണ്ടാക്കിയത്. വീടൊക്കെ പെട്ടെന്ന് അടിച്ചുകൊണ്ട് പണിയൊക്കെ തീർത്തിട്ട് വേണം കേട്ടോ പോകാൻ. അന്നേരം വീടടിക്കാനും പോലെ എല്ലായിടത്തും വന്നാൽ മതി. ഇത് തട്ടി മനുഷ്യൻ മടുക്കും. വീട്ടിൽ പണിയൊക്കെ തീർന്ന് പോകണമെങ്കിൽ നമ്മൾ ഒരു പ്രായം നടക്കത്തില്ല. അന്നേരം വേഗത്തിൽ വീട് നാടുകയാണ്. അന്നേരം നമ്മൾ പണിയൊക്കെ തീർത്തിട്ട് പോയാലേ എല്ലാത്തിനും നടക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ വന്നിട്ട് പണിയൊക്കെ എടുക്കൽ ഭയങ്കര റിസ്ക്കാണ്. തുറന്ന് തുണിയൊക്കെ അലക്കിയതായിരുന്നു. ഇന്നലെ വൈകുന്നേരം അലക്കിയതാണ്. ഇതിനൊക്കെ നമുക്കിവിടെ വെയിലത്തിട്ടിട്ട് പോകാം. മഴയൊന്നും ഇല്ലല്ലോ. അന്നേരം വെയിലത്തൊക്കെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമുക്കിനി ഈ ചെടീൻ്റെ മുകളിലൊക്കെ ഞാൻ ഇടുന്നത്. തേയിലേൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ വന്ന് ചീത്ത പറയുന്നുണ്ട് കേട്ടോ. തുണിയിടില്ല, അരിമ്പോട്ട് കിളർത്ത് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നേരം ചെടി ഇടാൻ പറ്റില്ല. കുഞ്ഞുങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ വലിച്ചിട്ട് ഓടുവാണ് കേട്ടോ. ഞങ്ങളങ്ങനെ മാറ്റി ടൗണിലേക്ക് പോവുകയാണേ. കുഞ്ഞൂട്ടിൻ്റെ കോളർ ശരിയാക്കി ഒന്ന് റെഡിയാക്കി എനിക്ക് കോളർ മടക്കി വെക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നിങ്ങോട്ട് മുന്നേ പോക്ക്. എന്താ കണ്ടോ കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ പോവാണ് കേട്ടോ.
എന്താ കുഞ്ഞേട്ടൻ മുന്നിൽ പോവുകയാണ്. വോയിസ് ഇടുമ്പോൾ കുഞ്ഞേട്ടനാണ് കേട്ടോ കച്ചറയാക്കുന്നത്. അങ്ങനെ കുഞ്ഞേട്ടൻ ഇങ്ങനെ പോവുകയാണ്. ഞങ്ങൾ മെയിൻ റോഡ് എത്താനായിട്ടുണ്ട് കേട്ടോ. കുഞ്ഞേട്ടൻ മുന്നിൽ ഓടുന്നുണ്ട്. കുടയിലൊന്നും നടക്കുന്നില്ല, നല്ല വെയിലാണ് കേട്ടോ. എത്തിയൊക്കെ നമ്മൾ മെയിൻ റോഡിൽ നമുക്ക് വണ്ടിയൊന്നും കിട്ടിയില്ല. അങ്ങനെ നടന്ന് ഇങ്ങനെ പോവുകയാണ്. നമ്മളെ മെയിൻ റോഡാണ് ഈ കാണുന്നത്. പല വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. വണ്ടികളൊക്കെ ഉണ്ട്, ഒരു ഓട്ടോനെ കാണുന്നില്ല. നമ്മൾ കുറച്ച് അങ്ങ് എത്തിയപ്പോഴത്തേക്ക് നമുക്കൊരു ഓട്ടോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആശുപത്രി എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഒരാളുണ്ട്. അവരെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കേൾക്കുള്ളൂ. അതിനടുത്ത വീഡിയോ